നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CJP സമരത്തിന്റെ രാഷ്ട്രീയ പ്രതിഫലനം പാർലമെന്റിലും ശക്തമായി ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി ആക്രമിച്ച് രാഹുൽ ഗാന്ധി. ഭരണപക്ഷത്തെ ലക്ഷ്യമിട്ട് ഇഡിയറ്റ് പരാമർശം, അന്ധഭക്തർ എന്ന പരിഹാസം, വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയെന്ന ഗുരുതര ആരോപണം, മൈക്ക് തരൂ, പാർലമെന്റിൽ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന ആരോപണം, പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും പാർലമെന്റിലെത്താത്തത് ഭയം കൊണ്ടാണ് എന്ന പരിഹാസവും, CJP സമരം സൃഷ്ടിച്ച രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ തുടർച്ചയായി ആക്രമണം കടുപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ആ നീക്കം പുതിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസും പ്രതിപക്ഷവും. പാർലമെന്റിനകത്തും പുറത്തും ഏറ്റുമുട്ടൽ കടുപ്പിക്കുന്നതിനിടയിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി വീണ്ടും മാറുകയാണ് ഈ വിവാദം. പാർലമെന്റിനകത്ത് ഇത്രയും കടുത്ത ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് വെറും രാഷ്ട്രീയ പ്രസംഗമാണോ, അതോ രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ മാറ്റാൻ പോകുന്ന പുതിയ പോരാട്ടത്തിന്റെ തുടക്കമാണോ? CJP സമരത്തിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം കുത്തനെ ഉയർന്ന സാഹചര്യം. രാഹുൽ ഗാന്ധിയുടെ ആക്രമണം കേന്ദ്ര സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയോ? സമരം ജയിച്ചത് വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് പ്രതിപക്ഷമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നീറ്റ് വിഷയവും വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമവും പാർലമെന്റിൽ വിഷയമാക്കി മാറ്റുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഒരു വേള രാഹുൽ ഗാന്ധിയും മന്ത്രി കിരൺ റിജിജുവും തമ്മിൽ നേർക്കുനേർ വാഗ്വാദവും കണ്ടു ഇന്ന് പാർലമെന്റിൽ. ഇഡിയറ്റ് പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയത് പാർലമെന്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് എന്നുള്ള വിമർശനം ഭരണപക്ഷത്തു നിന്നും ഉണ്ടായി. ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലേക്ക്. She says the student wears the truth on his or her chest proudly. It's written here. And I said, what about the other type? She says the other type requires an image. It requires an image, and as that image is not true, because the idiot is trying to pretend that he is God. I'm not talking about that. As it is not true, and the idiot is trying to pretend he's God, he has to create this massive image. Then I asked a question, sir. मैं सोचा कि यार ये मैं सोचा कि ये स्टूडेंट है और फिर ये इडियट भी है. तो मैंने उससे पूछा, एक बात बताओ, ये तीसरी कैटेगरी कहां जाती है? ये तीसरी कैटेगरी कहां जाती है? उसने कहा कौन सी तीसरी कैटेगरी? मैंने कहा अंधभक्त. Speaker sir, why is the Home Minister not here today? The Home Minister is not here today because he's not here today because he is scared. He is the Home Minister, sir. सर बैठ जाओ. देखिए, आज होम मंत्रालय पे चर्चा नहीं हो रही. आज जिस विधेयक पर चर्चा माननीय बैठे हैं. The Home Minister, sir, the Home Minister. नो, आज होम मिनिस्टर पर चर्चा नहीं है. जिस विधेयक पर चर्चा है, विधेयक पे मंत्री बैठे हैं. यही व्यवस्था रहती है सदन के अंदर. Sir, the Home Minister. Sir, the Home Minister authorized the shooting of our students, sir. He put pellets into the blood of our students. He ordered the students of India to be...
രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടത്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ ടി.പി. ജയചന്ദ്രൻ, ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇപ്പോൾ CJPയുടെ സമര വിജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും നിഴലിച്ചത്. പക്ഷേ വസ്തുതകൾക്ക് നിരക്കാത്ത ചില കാര്യങ്ങളും പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി എന്നുള്ള ആരോപണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിലൊന്നാണ് ഡൽഹിയിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അതിൽ തെളിയിക്കുന്ന ഒരു കാര്യവും ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. നോക്കൂ ശ്രീ മഞ്ജുഷ്, പെല്ലറ്റ് ഗൺസ് അടക്കം നേരിടേണ്ടി വന്ന കുട്ടികളെയുമായി ശ്രീ രാഹുൽ ഗാന്ധി 2 ദിവസം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന പ്രസ് മീറ്റിൽ, മീഡിയ പേഴ്സൺസിനെ അടക്കം നടത്തുന്ന കോൺഫറൻസിൽ അദ്ദേഹം ലാത്തികളുടെ അടിയിൽ ഈ പറയുന്ന ആണി അടിച്ചു കയറ്റിയ ലാത്തികളുമായി പോലീസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. മൈനേഴ്സിനെ, ലേഡീസിനെ, നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത സംഘ് പരിവാർ ഗൂൺസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ ദില്ലി പോലീസ് ഒന്നും ഇല്ല. ആ ദില്ലി പോലീസ് ഉണ്ടെങ്കിൽ അവിടെ നെയിം പ്ലേറ്റ് ഉണ്ടാവണം. സംഘ് പരിവാർ ഗൂൺസ് ആക്രമിക്കുന്നതിന്റെ ചിത്രങ്ങൾ, വീഡിയോ വിഷ്വൽസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഞങ്ങൾ പഠിച്ച് ആ കാര്യവുമായി ബന്ധപ്പെട്ട വിവരം രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് 158 പേപ്പറുകൾ ഒരു മന്ത്രിയുടെ കീഴിൽ ലീക്ക് ചെയ്യപ്പെടുന്നു. ഇവർ വലിയ വിപ്ലവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന NTA സമ്പൂർണ്ണ പരാജയമായി മാറുന്നു. അതിന്റെ പേരിൽ 28 കുട്ടികൾക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. 96 പേരാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി 28 ഇരിക്കട്ടെ. ആ 28 കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കണ്ട രാജേഷ് മാൾ എന്ന് പറയുന്ന കാർഗിൽ യുദ്ധത്തിലെ പോരാളിയായിരുന്ന ഒരു ജവാന്റെ മകൾ റിയാകുമാർ താപയുണ്ട്, ഉത്തരാഖണ്ഡുകാരി. അങ്ങനെ തുടങ്ങി 28 പേർ. അതിൽ സർക്കാരിനോ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ യാതൊന്നും സംസാരിക്കാനില്ല. യാതൊരു തരത്തിലും ഒരു അനക്കം മൂടാനില്ല. അവിടെയാണ് കോൺഗ്രസ് ഛത്ര ഗൂഞ്ച് എന്ന് പറഞ്ഞ വലിയ സമരം പ്ലാൻ ചെയ്തതുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ രാജ്യത്ത് പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്നു. അത് പാറ്റ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ഇവർ ആദ്യം കളിയാക്കിയ ഡിജിറ്റൽ ലോകത്ത് മാത്രമുള്ള പാറ്റകൾ ഇന്ന് ഇവർ വിളിച്ച് അധിക്ഷേപിച്ച ഇന്ത്യയുടെ യുവത്വമാണ്. ആ യുവത്വം തെരുവിലിറങ്ങുന്നു. ആ യുവത്വം തെരുവിലിറങ്ങുമ്പോൾ ആ സമരത്തിലേക്ക് ചെല്ലാനോ അത് ഹൈജാക്ക് ചെയ്യാനോ കോൺഗ്രസ് ശ്രമിച്ചില്ല. ഞങ്ങൾ എവിടെയാണ് ഇടപെട്ടത്? ഞങ്ങൾ ഇടപെട്ട പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കലി അല്ലാതെ, ജനാധിപത്യപരമല്ലാതെ ആ സമരത്തെ അവർ നേരിടാൻ പുറപ്പെട്ടപ്പോഴാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ലാത്തിയിൽ ആണി തറച്ചു കയറ്റി പെൺകുട്ടികളുടെ പിറകു ഭാഗത്ത് ഈ പറയുന്ന 60, 70, 80, 90 വയസ്സ് തോന്നിപ്പിക്കുന്ന ആൾക്കാർ പോലീസ് യൂണിഫോം ഇട്ട് വന്ന് അടിക്കുമ്പോൾ പോലീസിന്റെ കാവലിൽ ഈ പറയുന്ന ABVP പ്രവർത്തകർ, അവിടുത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും JNUവിലെയും ഒക്കെ NSUI പ്രവർത്തകരെ, SFI പ്രവർത്തകരെ, ASF പ്രവർത്തകരെ ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് ഇടപെടുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് അമിത്ഷായാണ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയത് എന്ന്. അതിൽ സാങ്കേതികമായ തെറ്റുണ്ട് എന്നുള്ള കാര്യം മന്ത്രിമാർ പറയുകയാണ്. കേന്ദ്ര സർക്കാർ അതിൽ വിശദീകരണം നൽകിയിട്ടുമുണ്ട്. അമിത്ഷാ ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല. അതിന് സ്പീക്കർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇന്ന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല ലോക്സഭയിൽ ചർച്ച വന്നിരുന്നത്, അത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഉണ്ട് പാർലമെന്റിൽ. അതുകൊണ്ട് അവരാണ് സംസാരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യമാണ്. അത് ശരിയുമാണല്ലോ സാങ്കേതികമായിട്ട്. പക്ഷേ അമിത്ഷാ എല്ലാ തവണയും വരാറുള്ളതാണ് ലോക്സഭയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയും നൽകുന്നതാണ്. അതുകൊണ്ടാണ് പേടി കാരണമാണ് വരാത്തത് എന്ന് രാഹുൽ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ ഒരു മജിസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത്. ആ സാങ്കേതികത്വം പോലും രാഹുലിന് അറിയില്ലേ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ സാങ്കേതികത്വത്തിന്റെ പുറത്തല്ല ഇങ്ങനൊരു കാര്യം പറയുന്നത്. ആരാണ് ദില്ലി പോലീസിന്റെ ഉടയോൻ? ദില്ലി പോലീസിന്റെ ഉടയോൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ്. അല്ല, ദില്ലി സർക്കാരാണോ? അല്ലല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി എന്ന് പറയട്ടെ, തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം മാസ്റ്റർക്ക്. ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്നത്, ദില്ലി പോലീസിന്റെ ഉടയോൻ, അതിന് ഉത്തരവിടുന്ന ആൾ ആരാണ്? അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണെന്നേ. അതിലെന്താ സംശയമുള്ളത്? അപ്പോ ആ ദില്ലി പോലീസ് ഒരു വൃത്തികേട് കാണിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, അതിന് ഉത്തരം പറയേണ്ടത്, ഉത്തരിക്കേണ്ടത് ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായി അമിത്ഷായാണ് ഉത്തരവാദി. 2, ഓം ബിർള എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രശ്നത്തെ പറ്റിയാണ്. ആഭ്യന്തര വകുപ്പിന്റെ റോളില്ല. അങ്ങനെ അല്ലെന്നേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇടപെട്ടത് ഒരു സമരത്തെ, രാജ്യത്ത് വളരെ നാച്ചുറലി ഓർഗാനിക്കായി പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഒരു സമരത്തെ
ഈ പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ കടന്നുകൂടിയ ചില വൃത്തികെട്ടവന്മാർ അവർ അതിനെ ഡെമോക്രാറ്റിക്കലി അല്ലാതെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനാധിപത്യ ധ്വംസനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും എന്ന പോലെ ഈ പ്രാവശ്യം ഇടപെട്ടു. അത് തന്നെയാണ് ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, അങ്ങനെയാവുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയേണ്ടതായിരുന്നുവല്ലോ. അദ്ദേഹത്തിനെതിരെയുള്ള നേരിട്ടുള്ള ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് പറയാം, പേടി കാരണമാണ്, മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വരാതിരുന്നത് എന്ന്. നോക്കൂ മഞ്ജുഷ്, പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശനും മുതുമുത്തശ്ശനും പിതാവും മുത്തശ്ശിയും അടങ്ങുന്ന വലിയൊരു നേതൃനിര പാർലമെന്റിനെ അലങ്കരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിന്റെ പിതാവും എനിക്ക് തോന്നുന്നു പാർലമെന്റിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സഭ്യേതരമായ ഭാഷ ഉപയോഗിക്കുക, തന്റെ കോമാളിത്തരം കൊണ്ട് ആളുകളെ ഇട്ട് വിഡ്ഢികളാക്കുക, അവസാനം കോടതികളിലും മറ്റുള്ളവിടത്തും കേസിനെ നേരിടുക, അവിടെ പോയി മാപ്പ് പറയുക, തെളിവുകളുടെയും വസ്തുതകളുടെയും പിൻബലമില്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ, ഞാൻ എന്റെ വായിൽ വന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല, അതൊരു ചർച്ചയിൽ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു, ആ തരത്തിൽ പുറത്തു പറയുക, ഇതൊരു പ്രതിപക്ഷ നേതാവിന് ഭൂഷണമാണ്. ഇനി എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ ഇവിടെ അദ്ദേഹം ഒളിച്ചോടിയെന്ന്. നോക്കൂ, ഡാറ്റകൾ വെച്ച് ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഹാജർ നില, ഈ വലിയ കുറ്റം പറയുന്ന ഒരാളൊരു യോഗത്തിലെത്താത്തത് ഭീരുത്വം കൊണ്ടാണ് എന്ന് കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഹാജർ നിലയും അദ്ദേഹം ചോദ്യങ്ങളുടെയും കണക്കുകൾ, ഡാറ്റകൾ ഇന്ന് ഓപ്പൺ മീഡിയയിൽ ലഭ്യമാണ്. 42% മഞ്ജുഷേ ഈ ഇന്ന് വലിയ വീരവാദം മുഴക്കുന്ന ഭാരതത്തിന്റെ LOPയുടെ 2009-2014 കാലയളവിൽ ഹാജർ നില. ബാക്കിയുള്ള 48%, 100-ൽ 58 ദിവസവും അദ്ദേഹം പാർലമെന്റിൽ വരാതിരുന്നത് ഭീരുത്വം കൊണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ ചോദ്യങ്ങൾക്ക് നേരിടുന്ന മഠയത്തനം കൊണ്ടായിരുന്നോ? 2014 മുതൽ 2019 വരെ ഏകദേശം അദ്ദേഹത്തിന്റെ ഹാജർ നില 52% എന്ന് പറഞ്ഞാൽ 100-ൽ 52 ദിവസമാണ് അദ്ദേഹം പാർലമെന്റിൽ വന്നത്. 48 ദിവസവും അദ്ദേഹം എവിടെയായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ അന്വേഷിച്ച് ഉത്തരം പറയട്ടെ. 2019 മുതൽ 24 വരെ വയനാട് MP ആയപ്പോൾ ഹാജർ 51%. 24 മുതൽ ഇപ്പോൾ ഉള്ള MP-യുടെ കാലാവധി കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു, ഇത് പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹം മുൻകൂട്ടി നോട്ടീസ് കൊടുത്തതാണോ? ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹത്തെ നോക്കൂ, വളരെ കൃത്യമായിട്ട് ഇത്ര അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും ആ വിഷയം ഇപ്പൊ കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയിൽ 2 തരം വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അവിടെ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പരാതി വന്നു. ഈ ആക്രമിക്കപ്പെട്ട പോലീസുകാരുടെ ബന്ധുക്കൾ അവരുടെ വക്കീലിലൂടെ മറ്റു ചില വാദങ്ങൾ നിരത്തി. 208ഓളം ആളുകൾക്ക് 82ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയതിന്റെ ചിത്രങ്ങൾ, അവർ ചോരയൊലിപ്പിച്ചു പോകുന്ന ചിത്രങ്ങൾ, പോലീസുകാരികളുടെ ശരീരത്തിൽ ചില ആളുകൾ നടത്തിയ വിക്രിയകൾ, ഇതൊക്കെ പരിശോധിച്ച കോടതി എന്താ പറഞ്ഞത്? ഇത് പരിശോധന വിധേയമാക്കണം. ഗവൺമെന്റ് എന്ത് പറഞ്ഞു? സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇനി ഈ സമരത്തിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു മഞ്ജുഷ കഴിഞ്ഞ കുറെ കാലം? ഇപ്പൊ പ്രധാനമന്ത്രി അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരം നടന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തിയത്. അത് കോൺഗ്രസിന്റെ ഒരു മിന്നൽ നീക്കവുമായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞു, താങ്കൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ സാന്നിധ്യം വെച്ചുകൊണ്ടാണ് ഈ അമിത്ഷായ്ക്ക് പേടിയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തെ നേരിട്ടത്. പക്ഷേ അമിത്ഷാ സാധാരണയായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നയാളാണ്. ഇന്നലെ മുതൽ പറയുന്നുണ്ട് അമിത്ഷാ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് നിർണായകമായി ഈ ബില്ലിന്റെ ചർച്ചാവേളയിൽ പാർലമെന്റിൽ എത്തുന്നില്ല എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ആ വാദം ഉന്നയിക്കാൻ കഴിയും, ഒളിച്ചോട്ടം എന്നുള്ള കാര്യം. അല്ല മഞ്ജുഷേ, പാർലമെന്റിലെ LOP അല്ലേ ആദ്യം സംസാരിക്കാറ്? അദ്ദേഹം സംസാരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടത് മറുപടിയല്ലേ? വയറ് നിറച്ചു കൊടുക്കാൻ സമയമാകുമ്പോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എത്തും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തും. എന്താ സംശയം? മുമ്പുണ്ടായ അനുഭവം നമുക്കതല്ലേ. പ്രോംപ്റ്റർ കംപ്ലൈന്റ് ആണോ മാസ്റ്ററെ? പ്രോംപ്റ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? 2 ദിവസം കൊണ്ട് ശരിയാക്കി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊരു കാര്യം ചോദിച്ചാൽ മതി. അത് താങ്കള് ഉത്തരം പറയേണ്ട വേറെ ഉത്തരമുണ്ട്. താങ്കൾ ഇങ്ങനെ ഇടപെട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പീരായിട്ട് മാതിരി പറയണ്ട. നിങ്ങൾക്ക് അവസരം വരുമ്പോൾ നിങ്ങൾ പറയാ. നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാനും പറയാൻ തുടങ്ങുമ്പോൾ നമ്മളെ ചർച്ച ഇവിടെ എത്തൂല. ഇനി ഇപ്പം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി, ആരെയാണ് സാർ പേടിക്കേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന എന്തിന് കേടുപറ്റിയാലും മഞ്ജുഷേ, ഇതിനു മുമ്പ് ഇദ്ദേഹം നിങ്ങളിപ്പോ ഇൻഡോയിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞ മാതിരിയിൽ മോദി ഉറച്ചു,
BJP താഴെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യാത്രകളും ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയ ഇദ്ദേഹത്തിന്റെ പാർട്ടി റെക്കോർഡ് കൂടി ഒന്ന് മഞ്ജുഷ് കോൺഗ്രസ് മോദിയോട് പറയാൻ പറ. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര നടത്തി എവിടെയൊക്കെ സ്ഥലത്ത് പോയി? അന്ന് എന്താ നമ്മൾ ചർച്ച ചെയ്തത്? ഇതാ മോഡി താഴെ ഇറങ്ങി, BJP പേടിച്ചോടി, BJP ചർച്ചയ്ക്ക് വരുന്നില്ല. ആ പോയ എത്ര സ്ഥലത്ത് ഈ മഹാന്റെ പാർട്ടിയുടെ വിജയം കൊയ്തിട്ടുണ്ട്? അല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അല്ല വിജയത്തിന് തൊട്ടടുത്ത് എത്തി കേട്ടോ ശ്രീ TP ജയചന്ദ്രൻ. ഭാരത് ജോഡോ യാത്രയുടെയൊക്കെ ഒരു പ്രയോജനം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും സീറ്റുകൾ കിട്ടിയത്. മഞ്ജുഷേ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ മഞ്ജുഷേ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. അവസാനം അദ്ദേഹം SIR-ന്റെ പ്രശ്നവും വന്ന് ബീഹാറിൽ പോയി ഇല്ലേ? ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചിത്രം എന്താണ്? 99 തെരഞ്ഞെടുപ്പിനാണ് ഇദ്ദേഹം നേരിട്ടത് മഞ്ജുഷേ. ആ 99-ലും അദ്ദേഹത്തിന് അവസാനം 100-ലല്ല 99 കിട്ടിയത്. അവിടെ പോലും രാജ്യത്തെ ഈ പ്രതിപക്ഷ സമരത്തിന് ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ ഇവരൊക്കെ. ആ ചർച്ചയിൽ എവിടെയെങ്കിലും ഈ പറയുന്ന കോക്രോച്ച് പാർട്ടി ഇവരെ വിളിച്ചിരുന്നോ? ഇവരൊരു കൈക്കോടാലിയായിരുന്നു അവർക്ക്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ പ്രതിപക്ഷത്തിന്റെ ഇവരെ സത്യത്തില് പ്രതിപക്ഷത്തിന്റെ പരാജയമല്ലേ ഒരർത്ഥത്തിൽ ഇവരിപ്പോ വിളിച്ചു പറയുന്നത്? ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി എന്ന് ഊറ്റം കൊള്ളുന്നവർ ആ സമരത്തില് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇവരുടെ പരാജയമല്ലേ അവിടെ ചില അരാജകവാദികൾ കയറി വരാൻ? ശരി ശ്രീ TP ജയചന്ദ്രൻ, ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ ഇത് പ്രതിപക്ഷത്തിന്റെ പരാജയമായിരുന്നുവെന്ന്? ഇവിടെ CJPയുടെ സമരത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന രീതിയിലാണോ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം? താങ്കൾ ഏത് പക്ഷത്താണ്? ഞാൻ രണ്ട് പക്ഷത്തുമല്ല, ഞാൻ സമാധാനത്തിൻ്റെ പക്ഷത്ത് തന്നെയാണ്. കാരണം പ്രക്ഷോഭം നടത്തിയത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. പുതിയതായി രൂപീകരിച്ച ഒരു സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിറ്റി, സോഷ്യൽ നെറ്റ്വർക്കിൽ രൂപപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി. അവർ വിളമ്പിയ ആഹാരം അത് കഴിക്കാൻ അപ്പം ഞങ്ങളുടെ പന്തിയിൽ വരൂ, നിങ്ങളുടെ വിളമ്പ് കാണാം, അല്ലെ നിങ്ങളുടെ പന്തിയിൽ വന്നാൽ ഞങ്ങളുടെ വിളമ്പ് കാണാം എന്ന രീതിയിൽ കോൺഗ്രസ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തു എന്നത് പലരും ആക്ഷേപിക്കുന്ന കാര്യമാണ്. അതിൽ കുറേയൊക്കെ സത്യവുമുണ്ട്. ആദ്യം തന്നെ പ്രക്ഷോഭത്തിൻ്റെ തീച്ചുളയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയും ചാടാതിരുന്നത് എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനമാണ് കാണുന്നത് കേട്ടോ. അതിലാണ് ഈ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമത്തെക്കുറിച്ച് ചിത്രങ്ങൾ സഹിതം അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇവിടെയാണ് ഒരുതരം ഗിവ് ആൻഡ് ടേക്ക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അതുണ്ട്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത് വ്യവസ്ഥാപിതമായ പ്രതിപക്ഷം, പാർലമെൻറ്റിൽ അംഗത്വമുള്ള പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടേതുമാണ്. അതേസമയം CJP എന്ന ഒരു ഘടകം യഥാർത്ഥ പ്രതിപക്ഷമായി അവിടെ തെരുവിലിറങ്ങി. അവരുടെ വിജയം തന്നെയാണ്, കോൺഗ്രസിൻ്റെ വിജയം മാത്രമല്ല, പ്രതിപക്ഷം എന്ന നിലയിൽ CJP ആണ് അവിടെ ഒരു വിഷയാധിഷ്ഠിതമായ പ്രതിപക്ഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർലമെൻറ്റിലാണ് ആത്യന്തികമായി ഇവർക്കെതിരെയുള്ള നടപടികൾ, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് റെപ്രസെൻ്റ് ചെയ്യാൻ CJPക്ക് പ്രതിനിധികൾ പാർലമെൻറ്റിലില്ല. അവർ രാഷ്ട്രീയ കക്ഷിയുമല്ല. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയാണ് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ LOP അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യം. നമുക്ക് TP ജയചന്ദ്രൻ മാസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് പ്രോഗ്രസ് കാർഡ് നിരത്തുന്നത് പോലെയാണ്. ഞാനൊരു അധ്യാപകനായിരുന്നു, സാറും ഒരു അധ്യാപകനാണ്. പലപ്പോഴും 75% മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാനുള്ള അനുവാദം കിട്ടുക. പക്ഷേ പാർലമെൻറ്റിൽ നിശ്ചിത ശതമാനം അറ്റൻഡൻസ് വേണമെന്നില്ല സംസാരിക്കാൻ. പരീക്ഷ എഴുതുന്ന പോലെയാണ് ആ സംസാരം. തെരഞ്ഞു പിടിച്ച ചില അവസരങ്ങളിൽ നിർണായകമായി നിയമനിർമ്മാണ വേളയിൽ അന്തിമമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് അടിച്ചുറപ്പിച്ച് വയ്ക്കേണ്ടത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. മറ്റൊരു കാര്യമുണ്ട്, അങ്ങനെ അറ്റൻഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് അമിത്ഷായുടെ അസാന്നിധ്യത്തെ കുറിച്ച് പറയുവാൻ അർഹതയില്ല എന്നാണ് ധാർമ്മികമായ ഒരു നിലപാടാണ്. തനിക്ക് വേണ്ട അറ്റൻഡൻസ് ഇല്ല. താൻ കാലാന്തരത്തിൽ പലപ്പോഴും പാർലമെൻറ്റിൽ നിന്നും വിട്ടുനിന്നു. ചില നിർണായക സമയങ്ങളിൽ തൻ്റെ സാന്നിധ്യം രാജ്യത്ത് തന്നെ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് തനിക്കുള്ളത്? എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയോട് പറയാൻ കഴിയുക താൻ സംസാരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കണം, കേൾക്കണം എന്ന്? എപ്പോഴും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പറയേണ്ടതല്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ പാർലമെന്ററി കാര്യമന്ത്രിയുണ്ട്, അദ്ദേഹവും മറുപടി നൽകും. ഇത് മതിയാവുമോ? 3 പേര് മറുപടി നൽകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു ശേല്. ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോൾ പുതിയതായി ചുമതലയേറ്റെടുത്ത വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി മറുപടി നൽകേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് കേൾക്കണം. അത് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം. 2,
ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷേപങ്ങളാണ്, ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങളാണ്. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിറം പിടിപ്പിച്ച കഥകളുമുണ്ട്, യഥാർത്ഥ കഥകളുമുണ്ട്. ഇതിൽ കതിരും പതിരും വേർതിരിച്ച് കൃത്യമായ വിശകലനം നടത്തി രാജ്യത്തോടായി പാർലമെൻറ്റിലൂടെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനത്തോട് പറയാനുള്ള ചുമതല അമിത്ഷായ്ക്ക് തന്നെയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. കാരണം ഒരു ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം, പക്ഷേ അതിന് മറുപടി ആഭ്യന്തരമന്ത്രി ആരാണോ ആരോപണ വിധേയനായിരിക്കുന്നത്, വലിയ ആരോപണമാണ്. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള കൽപ്പന, ഓർഡർ അനുസരിച്ചാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ബലപ്രയോഗം നടത്തിയെന്നല്ല, വെടിവെച്ചത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധി എത്ര റെസ്പോൺസിബിളായിട്ടാണ് പറഞ്ഞത്. ഇത് നേരിട്ടല്ല. യഥാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ അനുമതി ഇല്ലാതെ, അറിവില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, അങ്ങനെയാണല്ലോ. അത് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. മഞ്ജുഷ, CJP ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? ഈ സമരത്തിന്റെ കുന്തമുനയായി മുൻപിൽ ഉണ്ടായിരുന്ന CJP പോലും ഉന്നയിക്കാത്ത ഒരു ആരോപണം, രാഹുൽ ഗാന്ധി ഇത്രയും കാലം മുന്നോട്ട് വെച്ച ഉണ്ടയില്ലാത്ത നിരവധി വെടികളിലൊന്നല്ലേ ഇത്? CJP ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണ് ഇത് ചെയ്തത് എന്നത് എന്തെങ്കിലും തെളിവുകൾ? കിരൺ റിജ്ജു ആവർത്തിച്ച് പാർലമെന്റിൽ പറഞ്ഞു, താങ്കൾ പൊയ്വടി വെക്കരുത്, കം വിത്ത് എവിഡൻസ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മുൻപോട്ട് വെക്കൂ, പാർലമെന്റ് അല്ലേ, അവിടെയല്ലേ സത്യവും അസത്യവും തമ്മിൽ മാറ്റിവെക്കുന്നത്. വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടത്? അധികാരം നഷ്ടപ്പെട്ട വേദനയിൽ മാത്രമാണോ? ഈ ഒരു ചോദ്യത്തിന് ഒളിച്ചോടുകയല്ലേ ഉത്തരം പറ. അദ്ദേഹം കാണിച്ചതെന്താ? ഞാനിതാ ചുപ്ചാപ്പ് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതും മഞ്ജുഷ കണ്ടില്ലേ അവിടെ? ഇത് അദ്ദേഹം ആദ്യമായിട്ടാണോ മഞ്ജുഷെ? നിരവധി തവണ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ച് എത്ര ഞാൻ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അവസാനം അദ്ദേഹത്തിന്റെ ജനപ്രാതിനിധ്യം പോലും കുറച്ച് കാലഘട്ടത്തിലേക്ക് നഷ്ടപ്പെട്ടത് ഒരു കോടതി ഉത്തരവ് അടിസ്ഥാനത്തിലല്ലേ? അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ സാധിച്ചത്. എത്ര തവണയാണ് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലവാരമില്ലാതെ സംസാരിച്ചു? ഇന്നും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുമല്ലേ അവിടെ ഉണ്ടായ ബഹളത്തിൽ. ശരി, ശ്രീ വസന്തകുമ്പള്ളി, അതിനുള്ള മറുപടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്, അതുപോലെ തന്നെ അൺപാർലമെന്ററി ആയ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന്. അല്ല, രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ദ ഹിന്ദുവിന്റെ 2026 ജൂലൈ 28 റിപ്പോർട്ട്, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരുന്നു ഡൽഹി പോലീസ് സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചിത്രങ്ങളടക്കം അവർ പുറത്തുവിടുന്നു. രാഹുൽ ഗാന്ധി നിങ്ങൾ വിശ്വസിക്കേണ്ട, അതിന്റെ ചിത്രങ്ങളടക്കം അവർ പുറത്തുവിടുന്നുണ്ട്. രണ്ടാമത് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്, RF, അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, രജിസ്റ്റേർഡ് ദ ഡയറി എൻട്രി അറ്റ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ ദ early hours of July 22nd, soon after the Hindus report on pellet gun injuries. Following the incident, the RAF withdrew pump action guns, electric shields, anti-riot guns and shock batons from the personnel deployed at Jantar Mandar. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി അദ്ദേഹം ചോദിച്ചു, CJP-ക്കാർ ഇതിൽ പറഞ്ഞു വന്ന് CJP സമരത്തിൽ പങ്കെടുത്തവരാണ് സാർ. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ വന്ന് തങ്ങളുടെ ശരീരത്തിൽ പെല്ലറ്റ് ഗണ്ണുകൾ കൊണ്ട് ഏറ്റ മുറിവ് കാണിച്ചത്. പിന്നീട് ഹോസ്പിറ്റൽ റെക്കോർഡ്സും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ പെല്ലറ്റ് ഗൺസ് ഉപയോഗിച്ചുണ്ടായ മുറിവുകളാണ് അവരുടെ ശരീരത്തിലുള്ളതെന്ന്. ഇനി അതങ്ങനെ അല്ല എന്നിരിക്കട്ടെ ജയേന്ദ്രൻ മാസ്റ്ററെ, അങ്ങയുടെ വാദം പോലെ അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ആരാണ്? ഇപ്പൊ അങ്ങ് പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് അറ്റൻഡൻസ് ഇല്ല, രാഹുൽ ഗാന്ധി അന്ന് വന്നില്ല, ഇന്ന് വന്നില്ല. രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു ആരോപണം ആ പാർലമെന്റിൽ വന്ന ദിവസമാണോ അദ്ദേഹം ആബ്സെന്റ് ആയത്? അല്ലല്ലോ. ഇവിടെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി 54 നെഞ്ചളവിന്റെ തൊട്ടിപ്പുറത്ത് 52ആയിട്ടിരിക്കുന്ന ആശാൻ എന്ന് നിങ്ങൾ പറയുന്ന ആൾ അമിത്ഷാ, ആ അമിത്ഷായ്ക്കെതിരായിട്ടാണ് ആരോപണം. ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ രാജ്യം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രതിഷേധം ആ സർക്കാരിനെതിരായിട്ടുണ്ടായി രാജ്യ തലസ്ഥാനത്ത്. പ്രധാനമന്ത്രി അത് ന്യായീകരിക്കാൻ വേണ്ടി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതി, അതൊക്കെ അദ്ദേഹത്തിന്റെ PR എക്സസൈസിന്റെ ഭാഗമാണ്. പോട്ടെ, ആൾക്കാർ വിചാരിക്കും ഇത്ര അടുപ്പിച്ച് ഫോൺ പിടിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുണ്ടായ അതൊന്നുമല്ല, അതൊക്കെ ആ PR-ന്റെ ഭാഗമാണ്. പക്ഷേ പ്രധാനമന്ത്രിക്ക് നേരിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ, ഡയറക്റ്റ് നിങ്ങളുടെ കേന്ദ്ര സർക്കാരിനെ ബാധിച്ച വിഷയത്തിൽ അതിന് ഉത്തരം പറയേണ്ടത്, അതിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെയാണ് സാർ. അപ്പൊ അതുകൊണ്ടാണ് എവിടെയാണവർ എന്ന് ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വയറു നിറച്ച് ഉത്തരം നൽകാൻ വേണ്ടി വരുന്നു. ഇപ്പൊ വയറു നിറച്ച് ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ നിന്ന് കിട്ടിയില്ലോ, ഇനിയിപ്പോ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നിന്നും കിട്ടി. അടുത്ത ദിവസങ്ങളിൽ അഖിലേഷ് യാദവിന്റെയും
കൊടിക്കുന്നിൽ സുരേഷിന്റെയും ശശി തരൂരിന്റെയും കെ സി വേണുഗോപാലിന്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടും. അതും കൂടെ ഒക്കെ മേടിച്ചു കഴിഞ്ഞ് ഈ പ്രോംപ്റ്ററൊക്കെ ഒന്ന് റെഡിയാക്കി എത്രയും പെട്ടെന്ന് ഒന്ന് തിരിച്ചു വന്നാൽ നന്നായിരുന്നു. കാര്യം പാർലമെന്റിലൂടെ ജനമാണ് കേൾക്കുന്നത്. ഈ ഗോദി മീഡിയ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും ശ്രീ കെ സി വേണുഗോപാലിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ശബ്ദം മ്യൂട്ട് ചെയ്തത്, പക്ഷെ അത് പാർലമെന്റ് നടക്കില്ല. കാരണം എന്താ? പാർലമെന്റ് സ്വാഭാവികമായും പാർലമെന്റിന്റെ ഓൺ എയർ സംവിധാനമുണ്ട്, അതിലൂടെ ടെലികാസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. പക്ഷേ ഇത് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇഡിയറ്റ് പരാമർശം വന്നതിൽ എതിർപ്പുമായി ഭരണപക്ഷം എഴുന്നേറ്റിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വെടിവെപ്പിന് ഉത്തരവിട്ടത് എന്നുള്ള പരാമർശവും അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഭരണപക്ഷത്ത് നിന്നും ബഹളമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ സമയത്ത് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ ലോക്സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നത് കുറച്ച് സമയത്തേക്ക്. ശ്രീ മോഹൻ വർഗീസ്, അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഇവിടെ പ്രതിപക്ഷത്തിന് കഴിയുകയാണോ? CJP ആണ് ജയിച്ചത്, പക്ഷേ അതിന്റെ നേട്ടം കൊയ്യുന്നുണ്ട് പ്രതിപക്ഷം എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ആര് പ്രതിപക്ഷത്ത് ഇരുന്നാലും ആ പ്രതിപക്ഷം ഉഴുതുമറിച്ചിടുന്ന ഒരു നിലം, അവിടെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് വിളവിറക്കാൻ കഴിയും. അത് കോൺഗ്രസ് പാർട്ടി അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ റോൾ എന്താണ്? ലോക്സഭയ്ക്കകത്തും അല്ലെങ്കിൽ പാർലമെൻറ്റിനുള്ളിലും പുറത്തും ഭരണപക്ഷത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുക. ആരെങ്കിലും പോരായ്മ ചൂണ്ടിക്കാട്ടിച്ചാൽ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനുപരിയായും ഘടനകളെ ഒരുക്കുക. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആശ്വസിക്കാം. മോദിക്കെതിരെയോ BJPക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ വരുന്ന ആക്രമണം രണ്ടായി ചിതറിപ്പോവും. അവിടെ പ്രതിപക്ഷത്തിന് സമ്മർദ്ദമുണ്ട്. തീർച്ചയായും ഇതൊരു നോൺ പൊളിറ്റിക്കൽ ഫോർമേഷനാണ് CJP എന്നാണ് പറയുന്നത്. ഭയരഹിതരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അത് സമ്മതിക്കേണ്ടി വരും. അവരിൽ ഭയം വിതയ്ക്കാൻ വേണ്ടി അവർക്കെതിരെ നിരന്തരമായ വേട്ടയാടലുകൾ, തുടർ കേസുകൾ എന്ന ആരോപണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നേരിടുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് CJPയുടെ സമരത്തെയും അതിൻ്റെ രീതികളെയും എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു ഭയരഹിതരായ ഒരു യുവത്വം ഇന്ത്യയിൽ. അത് പുതിയൊരു കാഴ്ചപ്പാടാണ്. അതിനർത്ഥം എന്താണ്? തങ്ങൾ പരമ്പരാഗതമായ രാഷ്ട്രീയക്കാർക്ക് ചില ഭയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? അതായത് തങ്ങളുടെ മടിശീലയിൽ ചില കനമുണ്ട്. EDയെ വിട്ടാലും അല്ലെങ്കിൽ CBIയെ വിട്ടാലും ഞങ്ങളിൽ ചിലരൊക്കെ ചാടിപ്പോകും, ചിലരൊക്കെ വാഷിംഗ് മെഷീനിൽ ചെന്ന് പെടും. അതിൻ്റെ അഡ്മിഷനാണോ? വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ വിദ്യാർത്ഥികളുടെ കീശയിൽ മടിശീലയിൽ പണമില്ല, അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഭയപ്പെടാൻ ചിലതുണ്ട് എന്ന് ഭരണപക്ഷം അവരെ ഓർമ്മിപ്പിക്കുന്നു. പണ്ട് കാലത്തെടുത്ത കേസുകൾ, ഐഷി ഘോഷ് JNUവിൻ്റെ ചെയർ ആയിരുന്ന ആളാണ്. അപ്പം ഈ ഐസായും SFIയും എല്ലാം ചേർന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ SFIയുടെ ഡൽഹി യൂണിറ്റ് ചുമതലയുള്ള ആളുമാണ്. അപ്പോൾ അവിടെ ഐഷി ഘോഷിന് നേരെ മുൻകാലത്തുണ്ടായിരുന്ന ഒരു കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം നാടകീയമായി ഒരു അറസ്റ്റിന് നീക്കമുണ്ടാകുന്നു. മഫ്തി വേഷത്തിൽ ഒരു വനിതാ പോലീസുകാരി വരികയാണ്, മറ്റു രണ്ടുപേർ യൂണിഫോമിലാണ്. അതിനെ കൃത്യമായി നെയിം പ്ലേറ്റ് ഉണ്ടോ, മഫ്തി ഉണ്ടോ, മഫ്തിയിൽ അറസ്റ്റ് ചെയ്യാൻ വരാമോ എന്നത് മറ്റൊരു ഡിബേറ്റബിൾ ചോദ്യമാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു ടൈമിംഗ് പ്രധാനമാണ്. തിരിച്ചു പോകേണ്ടി വന്നു. അതൊരു നാണക്കേടാണ്, ഡൽഹി പോലീസിന് നാണക്കേടാണ്. അവരെ ആര് വിട്ടോ അത് അവരുടേതായ യുക്തിയിൽ വന്നു എന്നൊന്നും ഇവിടെ പിന്നെ പച്ചവെള്ളം കുടിക്കുന്ന. TP ജയചന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിലൊന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പങ്കാളിത്തം ഇല്ല എന്നുള്ളത്. ശ്രീ TP ജയചന്ദ്രൻ, ഐഷി ഘോഷിന്റെ കാര്യത്തിലും ഇത് തന്നെയാണല്ലോ സംഭവിച്ചത്. അല്ല, ഐഷി ഘോഷിന്റെ NW നോൺ ബെയിലബിൾ വാറണ്ട് ആര് പുറപ്പെടുവിച്ചതാണ് മഞ്ജുഷേ? ആ വാറണ്ട് ആരുടേതാണ്? ആ വാറണ്ട് നടപ്പിലാക്കാൻ പോലീസിന് അധികാരമുണ്ടോ ഇല്ലയോ? ഞാൻ താങ്കൾ മുമ്പ് കൃത്യമായിട്ട് പറയട്ടെ. കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായത് മഞ്ജുഷ ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ ഒരു പാർട്ടി ഓഫീസിൽ കുറെ പ്രതികളെ പിടിക്കാൻ വേണ്ടി കേരള പോലീസ് യൂണിഫോമിൽ തന്നെ ചെന്നു. ഏരിയ കമ്മിറ്റി ആഫീസിൽ പ്രതികൾ സുരക്ഷിതമായിട്ട് ഒളിക്കാനിരുന്നു. ഏരിയ കമ്മിറ്റി ആഫീസ് പോലീസ് വളഞ്ഞു. അവരുടെ കയ്യിൽ നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു, യൂണിഫോമിലായിരുന്നു, ഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതല്ല ഞാനിവിടെ പരാമർശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? നിയമ നടപടികൾക്ക് ക്രിമിനലുകൾ ഒളിക്കാനുള്ള താവളങ്ങൾ പാർട്ടി ഓഫീസ് ആയാൽ പോലും പോലീസ് നടപടികൾ സ്വീകരിക്കണം. ഞാൻ വേണമെങ്കിൽ അല്പസമയം നിങ്ങൾ തരുമെങ്കിൽ ഓർഡർ എടുത്ത് വായിച്ചു തരാം. ക്രിമിനലുകളെ ഒളിപ്പിക്കാനുള്ള താവളമാണോ പാർട്ടി ഓഫീസുകൾ?
പാർട്ടി ഓഫീസിൽ ഒരാൾ ചെന്നു എന്നുള്ളത് പോലീസിന് നടപടികൾ നടപ്പിലാക്കുന്നതിനുള്ള തടസ്സമാണോ? തിരുട്ട് ഗ്രാമങ്ങളെ പോലെ ആവണമോ? ആവേണ്ട സ്ഥാപനങ്ങളാണോ പാർട്ടി ഓഫീസുകൾ? അങ്ങനെ ആയാൽ താൽക്കാലികമായി ചിലർക്കൊക്കെ മഞ്ജുഷ ജയിക്കാം, ചിരിക്കാം. ഇന്ന് നിങ്ങൾക്കറിയുമോ, അന്ന് CPM ഓഫീസിൽ കയറി വീരവാദം മുഴക്കി സംരക്ഷിച്ച ഇതേ PR വർക്കിന്റെ ആളുകൾ ഇന്ന് എവിടെയാണ് ആ കുട്ടികൾ ഇരിക്കുന്നത്? നിങ്ങൾക്കറിയാം, 60 ദിവസമായി. അവരിപ്പോ വീണ്ടും കോടതി പോയിരിക്കുക. അന്ന് സംരക്ഷിക്കാൻ, അവരെ വീരവാദം മുഴക്കി രക്ഷിക്കാൻ പോയ ഒരു കുട്ടിയും ഇന്ന് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. 60 ദിവസമായിട്ട് റീലിട്ട ഒരു MP-യും ഒരു പാർട്ടി നേതാവ് ആ കുട്ടികൾ എടുത്തില്ല. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നോൺ ബെയിലബിൾ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചതാണ്. കോടതി ഇന്നത് തടഞ്ഞിരിക്കുന്നു, താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. 3-ാം തീയതി വരെ ആണെന്നാണ് എന്റെ ഓർമ്മ. അത് സ്ഥായിയായി അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല. പോലീസ് ചെയ്ത തെറ്റാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് കോടതികൾക്ക് നിയമ നടപടികൾ കൊടുക്കുന്ന ഉത്തരവുകൾ പാലിക്കാൻ പോലീസ് അധികാരമില്ലേ? അത് തടയാത്തിടത്തോളം കാലം അത് പാലിക്കപ്പെടേണ്ടതല്ലേ? മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെ പ്രായമുണ്ടെങ്കിൽ ധൃതിപ്പെട്ട് അവരുടെ പേരിൽ നടപടിയെടുക്കരുത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യം ബാധകമല്ല. FIR തുടരാം, തെളിവുകൾ മുഴുവൻ സൂക്ഷിക്കണം. കൃത്യമായി കോടതി വന്നു. CCTV, ഡ്രോൺ റെക്കോർഡിംഗ്, ബോഡി ക്യാമറ ഫുട്ടേജുകൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഫുട്ടേജുകൾ, PCR കോൾ രജിസ്റ്ററുകൾ എല്ലാം സൂക്ഷിക്കണം. ഗവൺമെന്റ് എന്ന് പറഞ്ഞു, ശരി, ഞങ്ങൾ തയ്യാറാണ്. ഏത് അന്വേഷണവും ഗവൺമെന്റിന്റെ ഭാഗത്തും വീഴ്ചകൾ ഉണ്ടെന്ന് പരിശോധിച്ചാൽ തക്കതായ നടപടി ഗവൺമെന്റ് പോകും. ശരി, ശ്രീ വസന്തകുമ്പള്ളി, അതിനുള്ള മറുപടി. കാരണം കോടതി പോലും ഈ അവിടെ പോലീസ് അതിക്രമം നടന്നു എന്നുള്ള ഒരൊറ്റ നറേറ്റീവിലേക്കല്ല പോയത്. അവിടെ എതിർവശത്ത് നിന്നും ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിലേക്കാണ് കോടതിയും പോയത്. അല്ല, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു വാക്കുപിഴയുടെ പുറത്താണ് ഈ പ്രക്ഷോഭം ഇറങ്ങി പുറപ്പെട്ടതെന്ന് മറക്കരുത്. രാഹുൽ ഗാന്ധിക്കെതിരെ വിധി പ്രസ്താവിച്ച സൂറത്ത് കോടതി ജഡ്ജിക്ക് 3 മാസത്തിന് ശേഷം അവിടെ ജില്ലാ കോടതി ജഡ്ജിയായി പ്രമോഷൻ കിട്ടുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറക്കരുത്. അതുകൊണ്ട് കോടതികളെല്ലാം അവസാന വാക്കുകളാണ് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇനി ഈ പറയുന്ന പെല്ലറ്റ് ഫയറിംഗുമായി ബന്ധപ്പെട്ട് ഇതുവരെ മാസ്റ്റർ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ദില്ലി ഈ പറയുന്ന ക്യാപിറ്റലിൽ ആദ്യമായിട്ടാണ് പെല്ലറ്റ് ഗണ്ണുകളും ഇലക്ട്രിക് ഷീൽഡുകളും ഉപയോഗിക്കുന്നത്. അതിൽ അവകാശപരമായ ഒരു ലംഘനമുണ്ട്. എന്താണ് അതിനെപ്പറ്റി സംസാരിക്കാൻ അങ്ങ് തയ്യാറാവാത്തത്? ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, അല്ല, ഞാനത് വളരെ കൃത്യമായി നിങ്ങളുടെ ദില്ലി പോലീസിന്റെ എൻട്രിയാണ് വായിച്ചത്. രണ്ടാമത് ഈ പറയുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി ഓരോ വീഡിയോകളും പുറത്തുവിടുകയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലായി അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തും നിന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ് സാർ. അവരുടെ ദേഹത്തുള്ള മുറിപ്പാടുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതെന്താ, സ്വയം മുറിപ്പെടുത്തി ചാവേറുകളായി വന്നതാണ് അവരും എന്ന കണക്കിന് നാളെ മോദി അമിത്ഷായും കൂടെ ന്യായീകരണവുമായി വരുമോ? അതാണ് നിങ്ങളുടെ ഉത്തരം. 2, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ കാലം നീറ്റല്ല എന്ന് ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, രാജ്യത്തെ പ്രതിപക്ഷം പറയുന്നുണ്ട്. NDA പിരിച്ചുവിടണമെന്ന് എത്രയോ തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടു. NDA ചെയർമാനെ കഴിഞ്ഞ വർഷത്തെ ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതി ചേർത്തിരുന്നെങ്കിൽ ഈ വർഷം ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ NDA നിങ്ങൾ സംരക്ഷിച്ചു, NDA ചെയർമാനെ സംരക്ഷിച്ചു. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പൊതിഞ്ഞു പിടിച്ചങ്ങ് മുമ്പോട്ട് പോകാം എന്ന് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ നീറ്റല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോ വിദ്യാർത്ഥികൾക്കുണ്ടായ നീറ്റലാണ് തെരുവിൽ കണ്ടത്. അവരെ നിങ്ങൾ പെല്ലറ്റ് ഗൺ കൊണ്ടാണോ കൈകാര്യം ചെയ്യേണ്ടത്? അവരെ നിങ്ങൾ ഇലക്ട്രിക് ഷീൽഡ് കൊണ്ടാണോ കൈകാര്യം ചെയ്യേണ്ടത്? അവരെ നെയിം പ്ലേറ്റ് ഇല്ലാത്ത 70 വയസ്സുള്ള അമ്മാവന്മാരെ ഈ 10ഉം 18ഉം വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പിൻഭാഗത്ത് അടിക്കാൻ വേണ്ടി ലാത്തിയും കൊടുത്തുവിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ശ്രീ വസന്തകുമ്പള്ളി, ഇവിടെ വിദ്യാർത്ഥികൾ നേടിയെടുത്ത സമര വിജയമുണ്ടല്ലോ, അതിന്റെ പങ്ക് പറ്റുകയാണ് പ്രതിപക്ഷം എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. അത് മാത്രമല്ല, അടുത്തതായി അവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ പറയുന്ന EJP എന്നുള്ളൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് എഥനോൾ ചേർത്ത പെട്രോളിനെതിരെയുള്ള സമരമാണ്. അപ്പോൾ ആ വിഷയത്തിലും പ്രതിപക്ഷം പിന്നോട്ട് പോയാൽ, അതിൽ ഈ കൂട്ടായ്മയാണ് വിജയിക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. യുവാക്കളുടെ സമരമെല്ലാം ഏറ്റെടുക്കുന്ന ഒരു കൂട്ടമായിട്ട് ഈ പ്രതിപക്ഷം മാറും. സ്വന്തമായിട്ട് സമരങ്ങൾ ആസൂത്രണം ചെയ്യാൻ പറ്റുന്നില്ല, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്നില്ല. ഇത് ചില്ലറ കാര്യമല്ല.
ഒരിക്കലുമില്ല ശ്രീ മഞ്ജുഷ്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2023 ആദ്യമായി പാർലമെന്റിൽ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുടെ പേര് അദ്ദേഹം നേരത്തെ ഹാജരില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. 2024 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നേരിട്ട് മെയിലയക്കുകയും അത് തുറന്ന കത്താക്കി എല്ലായിടത്തും ഷെയർ ചെയ്യപ്പെട്ട് രാജ്യമാകെ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോ ഈ വർഷം ഞങ്ങൾ ചത്രാക്കെ ഗൂഞ്ച് എന്ന പരിപാടിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ CJP സമരം തുടങ്ങിയത് അത് ഭരണപക്ഷത്തിനെതിരെ മാത്രമല്ല, ഈ വിഷയം ഉന്നയിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കുന്ന പ്രതിപക്ഷത്തിന് നേരെ കൂടിയായിരുന്നു. അതെ, അവർ തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പ്രതിപക്ഷം ഈ സമരം പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. മഞ്ജുഷെ, അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ കാണും, അവരത് പറഞ്ഞു കാണും, എനിക്കറിയില്ല, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചത്രാക്കെ ഗൂഞ്ച് എന്ന് പറഞ്ഞ ഒരു നേഷൻ വൈഡ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നു. ഇവർ സമരത്തിന് വരുന്നതിന്റെ തലേ ദിവസമാണ് ഉത്തരാഖണ്ഡിൽ 25,000 വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രാജേഷ് മാളിന്റെ മകൾ റിയ കുമാർ താപ എന്ന് പറയുന്ന മരിച്ച വിദ്യാർത്ഥിയുടെ പിതാവ് സൈനികൻ കൂടിയായിട്ടുള്ള രാജേഷ് മാളിനെ ചേർത്ത് പിടിച്ച് രാജ്യമാകെ കാണുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സമരപ്രഖ്യാപനം നടത്തുന്നത്. അതിന്റെ പിറ്റേ ദിവസമാണ് CJP അവിടേക്ക് വരുന്നത്. ഇപ്പൊ CJPക്കോ ഞങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയത് എന്ന് നോക്കിയ ഒരു ഈഗോടെ വിഷയമൊന്നും ഈ പൊളിറ്റിക്സിലില്ല. രണ്ടുപേരും മുമ്പോട്ട് വെച്ചത് ഒരേ വിഷയമാണ്. ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്തണം. പക്ഷേ വിജയിച്ചത് CJP ആണ്. പ്രതിപക്ഷം കോൺഗ്രസിന് നോക്കിയിരിക്കേണ്ടി വന്നു. ആണെന്നേ, CJP അല്ല വിജയിച്ചത്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളാണ്, ഈ രാജ്യത്തെ യുവതയാണ്. തോറ്റുപോയത് അമിത്ഷായും മോദിയുമാണ്. അതിനപ്പുറത്ത് മറ്റൊന്നും അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ല. ശരി, ശ്രീ TP ജയേന്ദ്രൻ, താങ്കൾ ഈ പെല്ലറ്റ് ഗണ്ണിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അത് കോടതി കൃത്യമായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കോടതി പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കയ്യിലും വസന്ത് തെങ്ങുംപള്ളിയുടെ കാര്യത്തിലും ഇവർ പറയുന്നതിന് എന്തെങ്കിലും ഉപോത്ബലകമായ തെളിവുകളുണ്ടെങ്കിൽ നിരത്തട്ടെ. ഇവരെന്തിനാ മുൻകൂട്ടി ഇതിനെക്കുറിച്ച് ഒരു വേവലാതിപ്പെടുന്നത്? രാഹുൽ ഗാന്ധി തെളിവ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത്. ചിത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ. എന്താണ്? ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ. മഞ്ജുഷേ, ഇദ്ദേഹം പ്രദർശിപ്പിച്ച ഒരുപാട് കഥകൾ ഞാനും മഞ്ജുഷും കണ്ടതല്ലേ. SIR-ന്റെ കാലഘട്ടത്തില് അദ്ദേഹം എത്ര ആളുകളെ ഇടവും വലവും നിരത്തി എന്തെല്ലാം തെളിവുകളുമായി വന്നു അദ്ദേഹം. അതൊക്കെ വ്യാജ തെളിവുകളും അതൊക്കെ PR വർക്കിന്റെയും ഭാഗമല്ലേ. ഇവര് ഓരോ ഘട്ടം വരുമ്പോഴും പറയും. ഇപ്പൊ അവസാനം വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞു നിർത്തിയത് എന്താ? തോൽവി ഞങ്ങളുടേതും വിജയം അവരുടേതുമാണ്. നല്ല കാര്യമാണ്. ഏമാനും എനിക്കും ശമ്പളം 101, 100 ഉറുപ്പിക ഏമാനും 1 ഉറുപ്പിക എനിക്കും. ഈ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CJP കോൺഗ്രസിനെ അടുപ്പിച്ചിട്ടുണ്ടോ? ഇനി ലാഭനഷ്ട കണക്കുകളും നമുക്ക് കണക്കുകൂട്ടാം മഞ്ജുഷേ. ഇപ്പൊ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയ ആണല്ലോ. ഈ സമരം വന്നതിന് ശേഷം നിങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ട കണക്കെന്താ? ആരുടെ ലാഭം ഉയർന്നത്? ഇത്ര കനത്ത പ്രക്ഷോഭത്തിനിടയിലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിലെ റേറ്റിംഗ്, ആർജവത്വം, അദ്ദേഹത്തിന്റെ പിന്തുണ കൂടിയോ കുറഞ്ഞോ നിങ്ങൾ വിലയിരുത്തുക. പകരം ഇന്ത്യ രാജ്യത്ത് ഓരോ സമരം നടത്തിയപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ജയിച്ചു. കർഷക സമരം നടന്നു, രാഹുൽ ഗാന്ധി കർഷക സമരം നടന്നപ്പോ പറഞ്ഞു ഞങ്ങളാ ജയിക്കാൻ പോകുന്നത്. കർഷക സമരം നടന്ന ഏതെങ്കിലും ഒരു മണ്ണില്, കർഷകരുടെ വോട്ട് പ്രധാനമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുണ്ടോ? പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് എന്ന് പറയുന്നത് BJP അല്ല, ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സമരത്തിൽ പോലും നിങ്ങൾ നോക്കൂ, മെയ് മാസം 3-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. സമരം നടന്നു, അല്ലെങ്കിൽ അതിന് ക്യാൻസൽ ചെയ്തു, പകരം പരീക്ഷ നടത്തി, കുട്ടികൾ കൗൺസിലിംഗ് പോയി. എന്നിട്ടോ രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? ഇപ്പൊ സമരത്തിൽ ആരൊക്കെയോ ചില മുന്നേറ്റം നടത്തിയപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹവും കോൺഗ്രസും നടത്തുന്ന ഈ ശ്രമം അത് ഇന്ത്യൻ ജനത കാണില്ലേ? പക്ഷെ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് പ്രതിപക്ഷം തന്നെയാണ്. കാരണം CJPക്ക് സാന്നിധ്യം ഇല്ലല്ലോ പാർലമെന്റിൽ. അല്ല മഞ്ജുഷേ, പാർലമെന്റിൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു നേതാവ് പോയിട്ട് അവിടെ ഉപ്പായം കഴിച്ചിരിക്കുന്നതും മഞ്ജുഷ കണ്ടിരുന്നോ? ആരാണ്? തേജസ്വി സൂര്യയും KC വേണുഗോപാൽ അവിടെ കൊടുത്തപ്പോ KC വേണുഗോപാൽ അണ്ണാക്ക് കൊടുത്തപ്പോ ഇരുന്നത് കണ്ടോ? സുഷമാ സ്വരാജിന്റെ മകളുടെ വാദത്തിന്റെ മുമ്പില് അന്ന് പ്രിയങ്ക ഗാന്ധിയുടെ വീരവാദമൊക്കെ പറയുന്നുണ്ടല്ലോ. തല മുമ്പിട്ട് ഒരു ഉച്ചരം അറിയാനാവാതെ അവർ ഇരിക്കുന്നതും ഇതൊക്കെ ലോകം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളാണ് ജയിച്ചത് എന്ന് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി പറഞ്ഞു നടക്കാം. ഒരു പരാജിതനായ പ്രതിപക്ഷ നേതാവിന്റെ തെളിവില്ലാത്ത കാര്യങ്ങൾ കിരൺ റിജ്ജു ആവർത്തിച്ച് ചോദിച്ചില്ലേ മഞ്ജുഷേ? എനി എവിഡൻസ് സർ, പ്രൊഡ്യൂസ് ഇറ്റ്.
താങ്കൾ ഇങ്ങനെ വിടുവായത്വവും സഭ്യേതര പദങ്ങളും അല്ല, അത് സ്വതന്ത്ര അന്വേഷണം വരുമ്പോഴല്ലേ? അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഒരു സ്വതന്ത്ര അന്വേഷണം വരട്ടെ, അപ്പോൾ തെളിവുകൾ ഹാജരാക്കാം എന്നുള്ളതാണല്ലോ. അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അന്വേഷണം കോടതി പ്രഖ്യാപിച്ചു മഞ്ജുഷേ. ഗവൺമെന്റ് സ്വാഗതവും ചെയ്തു. ഇന്നലെ കേട്ട് മഞ്ജുഷ അറിഞ്ഞില്ലേ അത്? കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാർ സ്വാഗതം ചെയ്തു. ആവശ്യമായ തെളിവുകൾ അതിന് ഇരയാക്കപ്പെട്ട വേട്ടയാടപ്പെട്ട രണ്ട് വിഭാഗവും നിരത്തി. പക്ഷെ എന്റെ ഓർമ്മയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോടതി പോയ ആളുകളാണ് ഇപ്പൊ അതിനോട് യോജിക്കണോ വേണ്ടയോ എന്ന് ഉറപ്പിച്ചിട്ടില്ല. ഇനിയും മഞ്ജുഷ അറിഞ്ഞിട്ടുണ്ടോ അത്? ചില കാര്യങ്ങളില് FIR സംരക്ഷിക്കണമെന്ന വാദത്തിൽ ചില ആളുകൾക്ക് എതിർപ്പ് വന്നിട്ടുണ്ട് മഞ്ജുഷേ. അത് ഗവൺമെന്റ് നൽകിയ ഉറപ്പാണെന്നും പറഞ്ഞ് അവര് ശരി. ശ്രീ മോഹൻ വർഗീസ്, പരാജിതനായ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞുള്ള ആക്ഷേപം അത് ശരിയാണോ? അത് ശരി. ആ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ വില കുറച്ച് കാണുന്നത് ശരിയല്ല. കാരണം പ്രതിപക്ഷ നേതാവ് ഒരു പദവിയാണ്. അത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയാണ്. അദ്ദേഹം ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ എത്രത്തോളം ഈ ചിത്രങ്ങൾ സമാഹരിക്കാമോ, അതായത് ജീവിക്കുന്ന ചിത്രങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു, ഈ ചിത്രങ്ങൾ സമാഹരിക്കാമോ, അത് പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ, കാരണം ഇന്ത്യയുടെ ഒരു മുൻ പ്രതിപക്ഷ നേതാവും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ആർജവത്തോടു കൂടി തന്നെ കൃത്യമായി ഇതൊക്കെ തെളിവുകൾ, പൂർണ്ണമായി തെളിവുകളാണോ എന്ന് അത് കോടതി പരിശോധിക്കേണ്ടതാണ്. സ്വതന്ത്ര അന്വേഷണം കോടതി ഉത്തരവിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇത് മാധ്യമങ്ങളുടെ മുൻപിൽ ലോകത്തെ കാണിക്കാനായി, നാട്ടുകാരെ കാണിക്കാനായി പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ തെളിവുകളെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ ചിത്രങ്ങളുടെ രൂപത്തിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, മറ്റ് തെളിവുകൾ, സാക്ഷികൾ, ഇതെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാം. കാരണം ഇതൊരു പാർലമെൻറ്റിനുള്ളിലെ പോരാട്ടം മാത്രമല്ല പ്രതിപക്ഷം ചെയ്യേണ്ടത്. പാർലമെൻറ്റിനുള്ളിൽ നിയമനിർമ്മാണവുമായി സഹകരിക്കുക, വേണ്ട പോരായ്മകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, ഭേദഗതികൾ നിർദ്ദേശിക്കുക. ഇപ്പോൾ ഇത് ഏകകണ്ഠമായിട്ടാണല്ലോ, ശബ്ദ വോട്ടോടു കൂടിയാണല്ലോ ആ ബില്ല് പാസ്സായിരിക്കുന്നത്. സ്വാഗതാർഹമായ കാര്യം. പ്രതിപക്ഷത്തെ അഭിനന്ദിച്ചേ മതിയാകൂ. ബില്ല് കൊണ്ടുവരാൻ ശുഷ്കാന്തി കാട്ടിയ ഭരണപക്ഷത്തെയും ബില്ലിനെ പിന്താങ്ങിയ പ്രതിപക്ഷത്തെയും വേണ്ട വിമർശനങ്ങൾ ഉന്നയിച്ച് തങ്ങളുടെ റോൾ ഗംഭീരമാക്കി മാറ്റിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉൾപ്പെടെ ഇവിടെ ആരും മോശമാക്കി ഇതുവരെയുള്ള. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ശരിക്കും സ്പേസ് കിട്ടിയോ പാർലമെന്റിൽ? താങ്കളുടെ ഒരു വിലയിരുത്തലിൽ 10 മണിക്കൂറാണ് ഇപ്പോൾ ആദ്യം കൊടുത്തത്. ശ്രീ മഞ്ജുഷ് 6 മണിക്കൂർ സമയമാണ്. 6 മണിക്കൂർ പിന്നീട് 8 മണിക്കൂർ ആക്കി മാറ്റി. അതായത് ഇന്നലെ രാത്രി 10 മണി വരെ. പിന്നീട് വീണ്ടും അഡീഷണൽ ടൈം കൊടുക്കുകയാണ്. ഇന്ന് ഉച്ചവരെ പാർലമെന്റ് സമ്മതിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ ചർച്ച തുടരുകയും ഏതാണ്ട് സംസാരിക്കേണ്ട ആളുകളെല്ലാം സംസാരിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടിക്കലാശം എന്ന രീതിയിൽ ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്തു. അവിടെയാണ് ചില പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ ചില പരാമർശങ്ങൾ. ഒരു ഇഡിയറ്റ് എന്ന പരാമർശം അദ്ദേഹം നടത്തിയ കോണ്ടെക്സ്റ്റ് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു. അത് ആരെയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി പറഞ്ഞ പ്രകാരമുള്ള ഒരു വിശദാംശങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അവിടെ തുടർച്ചയായ തടസ്സപ്പെടുത്തലുകൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യം വന്നു. രാഹുൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ തുടർന്ന് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷെ മാപ്പ് പറയാൻ താൻ തയ്യാറായിരുന്നില്ല എന്നും. അങ്ങനെയൊക്കെ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് തനിക്ക് സംസാരിക്കാൻ, അതുകൊണ്ട് മാപ്പ് പറയാം, എന്നാൽ എനിക്ക് സംസാരിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചാൽ എന്ത് പ്രതിപക്ഷ നേതാവാണ്? തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ആരെയാണ് ഈ അഭിപ്രായം മാറ്റിയിട്ടില്ല. അദ്ദേഹം മാറ്റി. കാരണം ഇത് അദ്ദേഹം ഒരു സെക്കൻഡ് പേഴ്സൺ റെഫറൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി റെഫറൻസ് ആയിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം ഉന്നയിക്കാൻ വന്ന കാര്യം അതിന്റെ മെറിറ്റിലേക്ക് പോകുവാൻ അനുവദിക്കാതിരിക്കുകയല്ലായിരുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷാ വരണമായിരുന്നു, പാർലമെന്റിൽ മറുപടി നൽകണമായിരുന്നു. അമിത്ഷായാണ് ഈ വെടിവെപ്പിന് ഉത്തരവിട്ടത്. ഇതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പോയിന്റ്. ഈ ഒരു സറഗേറ്റ് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും ഒരു കാര്യം നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ വളച്ചു കെട്ടി പറയുകയോ ചെയ്യാം. രാഹുൽ ഗാന്ധി നേരിട്ടുള്ള മാർഗമല്ല ഉപയോഗിച്ചത്, വളച്ചു കെട്ടി പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഞാൻ സംസാരിച്ചു. ആ വിദ്യാർത്ഥി പറഞ്ഞു 3 തരം ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. ഒന്നുകിൽ വിദ്യാർത്ഥികളാണ്, അവരിൽ കർഷകരുണ്ട്, അവരിൽ വ്യവസായികളുണ്ട്, പഠിക്കാൻ തയ്യാറാകുന്ന മനസ്സുള്ളവർ. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അവർക്കെല്ലാം അറിയാവുന്ന ഭാവിക്കുന്നവർ, അവർ പമ്പര വിഡ്ഢികളാണ്.
അവർ സ്റ്റുപ്പിഡാണ്, ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ അവർ ഈ ഇഡിയറ്റ്സ് ആണ് എന്നതാണ്. ഇപ്പോൾ അമിത്ഷാ മറ്റൊരു ഗുരുതരമായ ആരോപണം അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന അല്പം മുമ്പ് സമാപിച്ച വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ വെച്ച് അമിത്ഷാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കുന്നതും ജിതേന്ദ്ര സിംഗിന് അമിത്ഷായുടെ കോൾ തുരുതുരെ വരുന്നതും താൻ കണ്ടുവെന്നാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിസ്സാരമായ ആരോപണമല്ലല്ലോ. പാർലമെന്റ് യഥാർത്ഥത്തിൽ ഇൻ ക്യാമറ ആണ്. അത് പാർലമെന്റിനുള്ളിൽ ആളുകളുടെ ഫോൺ കോൾ എന്താണ് വരുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ തെളിയിക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പിന്നെ കോൾ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് അത് ഗവൺമെൻറ് ആലോചിച്ചാൽ മാത്രമേ അത് പരിശോധിക്കാൻ ഒക്കൂ. അതൊക്കെ ആരോപണങ്ങൾ എന്ന രൂപത്തിൽ ചെയ്യാം. പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് ചില സുരക്ഷയുണ്ട്. സ്പീക്കറാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത്. പാർലമെൻറ്റിൽ ആർക്ക് സംസാരിക്കാം, ആർക്ക് ഫോൺ എടുക്കാം, ആരെന്ത് ചെയ്യണം എന്നൊക്കെ ആത്യന്തികമായി റൂളിംഗ് കൊടുക്കേണ്ടത് സ്പീക്കർ ഓം ബിർളയാണ്, അല്ലെങ്കിൽ അതത് സമയത്ത് ചേർന്നിരിക്കുന്നവരാണ്. അതേക്കുറിച്ച് പാർലമെൻറ്റിലെ ഒരു അംഗത്തിൻ്റെ കോണ്ടക്റ്റിനെ കുറിച്ചോ പാർലമെൻറ്റ് പുറത്തു നിന്ന് ആരെങ്കിലും ആ സമയത്ത് വിളിക്കുന്നുണ്ടോ എന്നോ പറയണമെങ്കിൽ അതിൻ്റെ വേദി പത്രസമ്മേളനമല്ല. അതിൻ്റെ വേദി അന്നേരം എഴുന്നേറ്റ് നിന്ന് സ്പീക്കറുടെ ശ്രദ്ധ ആകർഷിക്കുകയും ജയേന്ദ്രൻ നേരത്തെ വസന്ത് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ദില്ലി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് അമിത്ഷായ്ക്കെതിരെ. ഇതൊരു ലിങ്കാണ്. ഈ ഒരു ആരോപണം സ്ഥിരീകരിക്കാനും തെളിയിക്കാനും വേണ്ടിയുള്ള ഒരു നടപടി എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി ശ്രീ ടി പി ജയേന്ദ്രൻ. അപ്പോൾ അത് പരാജിതനായ ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ ആരോപിച്ചാൽ അതൊരു ആരോപണമല്ലേ? ആ ആരോപണത്തിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ അവർ മുൻപോട്ട് വെക്കട്ടെ. ഇദ്ദേഹത്തിന്റെ മുൻകാലത്തുള്ള പല പരാമർശങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണ്ടേ മഞ്ജുഷേ? പെഗാസസുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണം, അദ്ദേഹത്തിന്റെ ഫോണിൽ ടാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഫോൺ ഒന്ന് തരൂ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. അദ്ദേഹം കൊടുക്കാൻ തയ്യാറായോ? മോഹൻ വർഗീസ് സാറോട് ഞാൻ ചോദിക്കട്ടെ, സർ, പവർ പോയിന്റ് പ്രസന്റേഷൻ രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണോ നടത്തുന്നത്? വ്യാജവും കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന എത്ര കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഓർക്കുന്നില്ലേ? SIR കുറിച്ച്, ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം കെട്ടുകണക്കിന് പേപ്പറുകളുമായിട്ട് അത്ഭുതം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അവസാനം ഒരു കടലാസ് പോലും കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ വാദഗതികളെ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ? പൊയ്വടികൾ വെക്കുക, കൃത്രിമ ആരോപണങ്ങൾ ഉന്നയിക്കുക, മാപ്പ് പറയുന്നത്. താങ്കൾ പറഞ്ഞ ഒരു പരാമർശം ഞാൻ ഉൾക്കൊള്ളുന്നു സർ. മാപ്പ് പറയുന്നതിൽ അദ്ദേഹം ബിരുദനല്ലേ? എത്ര തവണ മാപ്പ് പറഞ്ഞു? ഒരു ഉന്നതനായ സ്ഥാനം തിരിക്കുന്ന ഒരു വ്യക്തി അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാത്തതിന്റെയും പേരിൽ മാപ്പ് പറയേണ്ടി വരുമ്പോൾ അത് കോടതിയുടെ മുമ്പിൽ പോയി പോലും നിരവധി തവണ മാപ്പ് പറയുമ്പോൾ ആ പദവി അപമാനിക്കുകയല്ലേ? ആ പത്തരം ഒരാള് ഇത്തരം പരാമർശങ്ങൾ പാർലമെന്റിനകത്ത് നടത്തുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടതല്ലേ? അന്തസ് കാത്തു സൂക്ഷിക്കണ്ടേ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലല്ലേ? അവിടെ വിദ്വേഷവും വെറുപ്പിനും പകരം വസ്തുതകളും തെളിവുകളും ന്യായങ്ങളും സത്യവും അല്ലേ മാറ്റിവരയ്ക്കപ്പെടേണ്ടത്? ലോകം മുഴുവൻ വീക്ഷിക്കുന്ന ഒരു കേന്ദ്രമല്ലേ അവിടെ? ഇത്തരത്തിൽ എത്ര തവണയാണ് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുകയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ഇന്ത്യൻ LOP അപഹാസ്യനാവുകയും ചെയ്ത ഉദാഹരണങ്ങളുടെ പട്ടിക ഒരുപക്ഷെ മോഹൻ സാർ ഒന്ന് നമ്മൾ ഗൂഗിളിൽ തെരഞ്ഞു നോക്കൂ. നിങ്ങൾ പിതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു. ശ്രീ ജയചന്ദ്രൻ, ചില കാര്യങ്ങളെങ്കിലും പിതാവിന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഈ തരത്തിലൊരു പെരുമാറ്റമോ വിഷയങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അദ്ദേഹം നേരത്തെ എന്ത് ചെയ്തു എന്നുള്ളതല്ലല്ലോ ശ്രീ മോഹൻ വർഗീസ്. അതായത് ഇത് പിന്നെ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, യഥാർത്ഥത്തിൽ ഈ 10 വെടി വയ്ക്കുമ്പോൾ 2-3 എണ്ണം കൊള്ളുന്നുണ്ട്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇവിടെ ഒരു ബ്രസീലിയൻ ഫാഷൻ മോഡൽ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ 10-17 പേരുടെ പേരിനോടൊപ്പം പടമായി വന്നത്. അതിപ്പോഴും ഒരു കേസാണ്, ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. വ്യാപക രാഹുൽ ഗാന്ധി ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ വിശദീകരണം വന്നിട്ടില്ല ഇതുവരെ വിശദീകരണം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ വോട്ട് ചോരി എന്ന് പറയുന്നതുകൊണ്ട് മുൻപ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്തി സ്ഥിരീകരിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ രാജ്യത്തോടായി സമ്മതിക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളുടെയും അത് ചിലതൊക്കെ പൊള്ളത്തരമാണ്. ചില കാര്യങ്ങൾ പലപ്പോഴും, അതാണ് ഞാൻ പറഞ്ഞത്, വെട്ടിവെക്കുമ്പോൾ തുരുതുരാ വെട്ടിവെക്കുമ്പോൾ അതിൽ ചിലതൊക്കെ കൊള്ളും, ചിലതൊക്കെ പാഴായി പോകും. ഈ പാഴായി പോകുന്നത് മാത്രം ചൂണ്ടിക്കാണിക്കുകയും കുറിക്ക് കൊള്ളുന്നതിന് മറുപടിയില്ല. അപ്പോൾ അതൊക്കെ പരിശോധന. മറുപടി ഉണ്ടായിരുന്നോ ഇന്നത്തേതിന് മറുപടി ഉണ്ടാവില്ല. ഇന്നത്തേന് എങ്ങനെയാണ് മറുപടി ഉണ്ടാകുന്നത്? പെല്ലറ്റ് ഗണ്ണിൻ്റെ പരിക്കേൽക്കുന്നത് കാട്ടുന്നു. അത് വേണമെങ്കിൽ പറയാം ഇത് പെല്ലറ്റ് ഗണ്ണ് കൊണ്ടല്ല,
ഇത് പടം വരച്ചതാണ്, ശരീരത്തിൽ ആ ചിത്രം വരച്ചു ചേർത്തതാണ്. വാദിക്കാം, അറിയില്ല. കോടതിയിലാണ്. ഇതൊന്നും വാർത്താ സമ്മേളനത്തിലല്ല ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടത്. അത് പ്രതിപക്ഷം അത് സ്വാഭാവികമായിട്ട് ഉന്നയിക്കും വാർത്താ സമ്മേളനത്തിൽ. താങ്കൾ തന്നെ ആദ്യം പവർ പോയിന്റ് പ്രസന്റേഷൻ അനുകൂലമായി സംസാരിച്ചതാണല്ലോ. ഇല്ല, പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ വേണം. അതൊക്കെ ഒരു പുതിയ ന്യൂ ജെൻ തലമുറയല്ലേ, അവരെയല്ലേ തല്ലിച്ചതച്ചത്. തീർച്ചയായും രാജ്യത്തോട് സമ്മതിക്കുമ്പോൾ ചില ചിത്രങ്ങൾ കൊടുക്കണം, തെളിവ് കൊടുക്കണം. വെറുതെ വായിട്ടലിച്ചാൽ പോരാ. അതിന് പവർ പോയിന്റ് ഉപയോഗിക്കുന്നത് ഒരു പുതിയ പ്രവണതയാണ്. അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു മാതൃക തന്നെയാണ്. കാരണം വെറുതെ പത്രസമ്മേളനം വിളിക്കുകയല്ല. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രക്കാരെ ഫേസ് ചെയ്യാത്തത് എന്തുകൊണ്ട്? ഇത് ന്യായമായ ചോദ്യമല്ലേ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്? ടെലിപ്രോംപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ന്യായമല്ലേ? ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ തനിക്ക് മറച്ചു വെക്കാനില്ല. നേരിട്ട് ഇൻ്റർവ്യൂ തിരഞ്ഞെടുക്കപ്പെട്ട പത്രക്കാർക്ക് മാത്രമായി അത്യപൂർവമായി മാത്രമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഭയരഹിതനായി, ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ പറയുമായിരിക്കും, ഭയരഹിതനായി പത്രക്കാരെ ഫേസ് ചെയ്യാൻ, നൂറുകണക്കിന് പത്രക്കാരെ നേരിട്ട് ലൈവായി ഫേസ് ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമ്പോൾ അതിനും ഒരു മാർക്കറ്റുണ്ട് എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് നമ്മൾ മാർക്കിടുമ്പോൾ പൂർണ്ണമായി അബദ്ധമാണ്, പപ്പു ഇമേജാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാം തന്നെ ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി ഗൃഹപാഠം ചെയ്യണം. അദ്ദേഹത്തിന് ഡേറ്റ എത്തിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി പഠനത്തിന് ശേഷം 100% സ്ഥിരീകരിക്കാവുന്ന കാര്യമേ പറയാവൂ. അതുമാത്രമല്ല, അമിത്ഷായെക്കുറിച്ച് ഇന്ന് പറഞ്ഞ കാര്യം അത് വേറൊരു രീതിയിലാണ് പറയേണ്ടത്. അദ്ദേഹം നേരിട്ട് അമിത്ഷാ ഓർഡർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആരോപണമല്ലേ, ഒരിക്കലും തെളിയിക്കാനാവാത്ത. അത് മാത്രമല്ല, ഇതൊരു പ്രോസസ്സില്ലേ. ഒരു വെടിവെപ്പിനൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഉത്തരവ് കൊടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെ തെളിയിക്കാനൊക്കും? അങ്ങനെയാണ് വില നഷ്ടപ്പെടുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ ഗൂഢമായ പദ്ധതിയുടെ ഭാഗമായി അങ്ങനെ ഒരു വെടിവെപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. അത് ഫ്രേസ് ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പക്ഷേ CJPയുടെ സമര വിജയത്തെ ഗുണമാക്കി മാറ്റുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെയല്ലേ? ശരി, ശ്രീ TP ജയേന്ദ്രൻ, മറുപടി അതാത് സമയത്ത് കിട്ടിയാൽ കുഴപ്പമില്ല, അത് കിട്ടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് മറുപടി പറയാൻ ഇന്ന് കിരൺ റിജുവിനെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴും ഞാൻ മഞ്ജുഷെ പറയുന്നു, അത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരിഹാസങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഡിയറ്റ് പരാമർശം വെച്ചുകൊണ്ടുള്ള പരിഹാസമായിരുന്നു. പിന്നെ അമിത്ഷായ്ക്കെതിരെ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ആരോപണമാണെങ്കിലും അത് ഉന്നയിക്കുവാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട്. മഞ്ജുഷ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ വീക്ഷിച്ച ഒരാളെന്നല്ലേ ഞാൻ പറയട്ടെ. മാത്രമല്ല, നാഷണൽ മീഡിയ മുഴുവൻ ആ ന്യൂസ് സ്ക്രൗൾ ചെയ്ത് കാണിച്ചു. പ്രൊഡ്യൂസ് എവിഡൻസസ്, കൃത്യമായിട്ട് വന്നു. തെളിവുകൾ നിരത്തൂ, വസ്തുതകൾ കൊണ്ടുവരൂ, ഞങ്ങൾ അത് അംഗീകരിക്കാം. ഇത് കിരൺ റിജുവും മറ്റേ സുഷമ സ്വരാജിന്റെ മകളും തേജസ്വി സൂര്യയും കൃത്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല, കൗണ്ടർ പോയിന്റുകൾ അവർ നിരത്തി. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത് മുഴുവൻ നമ്മൾ വിശ്വസിക്കണമെന്ന് ഇല്ല മഞ്ജുഷെ. സ്വാഭാവികമായിട്ടും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, പരിശോധിക്കപ്പെടണമെങ്കിൽ ആവശ്യമായ തെളിവുകൾ ക്രിയേറ്റ് ചെയ്യണം. കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായി പറഞ്ഞു, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ സംരക്ഷിക്കണം. കുട്ടികളെ അപകീർത്തിപ്പെടുന്ന ഒരു പരാമർശം മുൻപോട്ട് പോകരുത്. ഗവൺമെന്റ് പൂർണ്ണമായി സ്വാഗതം ചെയ്തിരിക്കുന്നു. പരിശോധിക്കപ്പെടട്ടെ. ഇനി ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടതിന്റെ എന്തെങ്കിലും എവിഡൻസസ് കോൺഗ്രസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു അമൂല്യമായ ഒരു തെളിവുകളായിട്ട് ജനം അംഗീകരിക്കട്ടെ. ആത്യന്തികമായിട്ട് ജനാധിപത്യം ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. പക്ഷെ അദ്ദേഹം കളിക്കുന്ന ഇത്തരം നാടകങ്ങൾ, ഭാഷാ പ്രയോഗങ്ങൾ, അതൊക്കെയല്ലേ ഇവിടെ അബദ്ധം ഉണ്ടാക്കുന്നത്. ഈ പ്രതിപക്ഷ ബഹളത്തിനിടെയാണെന്നെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച തടയുന്ന ബിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതാണല്ലോ പറയുന്നത്. ഞങ്ങൾ ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുത്തു, അവിടെ ഉദ്യോഗസ്ഥരെ മാറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും പിന്നീട് ഒരു സമരത്തിൻ്റെ രീതിയിലേക്ക് ഇത് വളർന്നു വന്നു. അവിടെയാണ് രാഷ്ട്രീയ ലക്ഷ്യം പറയുന്നത്. പക്ഷെ അതൊരു പ്രതിരോധമാണോ ശ്രീ മോഹൻ വർഗീസ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്? ഒരു വിഷയം, ശ്രീ മഞ്ജുഷ്, ഒരു വിഷയം വന്നാൽ അതിൻ്റെ മൗലികതയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അത് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷം തയ്യാറാവണം. അവർ ഒരുപക്ഷെ പ്രക്ഷോഭം നടത്തും, അല്ല എങ്കിൽ അവർ ചിലപ്പം സഭയിൽ ഉന്നയിക്കാൻ അവസരം കൊടുക്കണം. അവകാശമുണ്ട് പ്രതിപക്ഷത്തിന്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഒരു നിയമനിർമ്മാണത്തിലൂടെയാണ്. സമഗ്രമായി പെട്ടെന്നൊരു തീരുമാനമെടുക്കാം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാം, ഒക്കെ തീരുമാനങ്ങളാണ്, എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് മതിയാകും. പക്ഷേ ആത്യന്തികമായ പ്രശ്നപരിഹാരത്തിന് വേണ്ടത് ശക്തമായ നിയമനിർമ്മാണമാണ്. അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് പറയും, ഇവിടെ നിയമമില്ലാത്തതല്ലല്ലോ വിഷയം, നിയമം 2024 ഉണ്ടായിരുന്നല്ലോ, പരീക്ഷാ നടത്തിപ്പുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ ശിക്ഷാവിധിയുമായി ബന്ധപ്പെടുത്തി നിയമം ഉണ്ടായിരുന്നല്ലോ,
ആ നിയമം നടപ്പാക്കുന്നതിൽ വന്ന പാളിച്ചകൾ, അവിടെ പുതിയൊരു നിയമം ഉണ്ടാക്കിയത് കൊണ്ടോ ഭേദഗതികളുള്ളത് കൊണ്ടോ എങ്ങനെയാണ് അത് അഡ്രസ് ചെയ്യപ്പെടുക? ശരിയല്ലേ? അത് പറയുന്നത് ശരിയല്ലേ? പറയുന്നത് ശരിയാണ്, അതാണ് ലോജിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ, അപ്പം നിയമനിർമ്മാണം മാത്രമല്ല, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്, നടപടികളാണ് വേണ്ടത്. ഈ നടപടികൾ ഡിമാൻഡ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്, അവസരമുണ്ടാകണം. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിരന്തരം പ്രതിപക്ഷം ബില്ല് അവതരണത്തെ തടസ്സപ്പെടുത്തുന്നത് അനുകൂലിക്കാനാവില്ല. അത് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ബില്ലാണ് പ്രധാനം. അവിടെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുമ്പോൾ അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ എത്ര സമയം ആണ് ഈ രാഷ്ട്രീയ പോരിന് വേണ്ടി ചെലവഴിക്കുക? ഈ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഭക്ത് എന്ന് വിളിക്കുന്നു ഭരണപക്ഷത്തെ. ഇവിടെയാണ് വില കുറയുന്നത്. ദി ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇഷ്യൂസ്, ബട്ട് ലെസർ മോർട്ടൽസ് ടോക്ക് അബൌട്ട് പീപ്പിൾ. ഇതാണല്ലോ പ്രമാണം. ഗ്രേറ്റ് ലീഡർ ആകണം ഓപ്പോസിഷൻ ലീഡർ. അങ്ങനെയെങ്കിൽ ഫണ്ടമെൻ്റൽ ഇഷ്യൂസാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ അമിത്ഷാ അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഈ വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രി സ്ത്രീവിരുദ്ധ പരാമർശം മുൻപ് നടത്തിയില്ലേ? ശരിയാണ്, നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ അതിനൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റായി മാറുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് ഗൗരവമായ വിഷയത്തിൽ ഇൻഫോംഡ് ഡിബേറ്റാണ്. അതിനുള്ള അവസരം പ്രതിപക്ഷം ഉണ്ടാക്കിയോ എന്ന സംശയമുണ്ട്. പക്ഷേ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ കൊടുത്തു, ബില്ല് പാസ്സായിരിക്കുന്നു, ശുഭോദർക്കമായ കാര്യം. കോടതിയും ഒരു നിമിഷം മഞ്ജുഷ്, കോടതി വളരെ നിർണായകമായ ഒരു റോളാണ് വഹിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 വിങ്സിനെ ഒരുമിച്ചെടുക്കണം. ലെജിസ്ലേറ്റീവ് വിങ് പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ് വിങ് പ്രധാനമന്ത്രി മന്ത്രിസഭയും ഉദ്യോഗസ്ഥന്മാരും, ജുഡീഷ്യൽ വിങ് കോടതി. കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ചെറിയ പരാമർശം അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ് പുതിയൊരു മൂവ്മെൻറ്റ് CJPക്ക് കാരണമായത്. അതേ കോടതി തന്നെയാണ് പ്രായശ്ചിത്തം എന്ന നിലയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നത്. അതേസമയം ക്രിമിനലുകളെ കയറൂരി വിടാനാവില്ല. മുൻകാല ക്രിമിനൽ കാര്യങ്ങൾ തേച്ചുമാച്ച് കളഞ്ഞിട്ട് ആ FIR എല്ലാം കൂടെ പിൻവലിക്കാനുമാവില്ല. അപ്പോൾ നിയമവാഴ്ച അവിടെ നിൽക്കും. അതുകൊണ്ടൊരു ബാലൻസിംഗ് ആക്ടിലേക്ക് കോടതികൾ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായോ? പ്രതിരോധത്തിലായെന്ന് 65% പ്രേക്ഷകർ, പ്രതിരോധത്തിലായില്ലെന്ന് 33%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.